എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന നാട്ടുകാരെല്ലാരും കൂടെ ചേർന്നിട്ട് മണിമാളിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ആ കഥകിനോട് ചേർന്ന് ജീവയുടെ അമ്മ ഇരിക്കുന്നുണ്ട്. ലീല സങ്കടപ്പെട്ട് കരഞ്ഞു ഇരിക്കുവാണ്. ഈ സമയം നാട്ടുകാരിൽ ഒരാളായ നാരായണചേട്ടൻ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ചെന്നിട്ട് ലീലെ, നിന്റെ മകൻ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുക. അവനെ കുഞ്ഞു കൊച്ചായിരുന്നോ? അവൻ അറിയത്തില്ലായിരുന്നോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആപത്ത് ക്ഷണിച്ചു വരുത്തുവന്ന്? പിന്നെ എന്തിനാടി നിന്റെ മോൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. നിനക്ക് നോക്കാൻ മേലായിരുന്നു അവനെ, നിന്റെ നോട്ടക്കുറവ് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാം. നാരായണേട്ടാ, എൻ്റെ കൂടെ അവനവിടെ ഉറങ്ങാൻ കിടന്ന, പക്ഷേങ്കിൽ അവൻ എപ്പോഴാ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഒന്നെങ്കിൽ അവന്റെ അഹങ്കാരം, അല്ലെങ്കിൽ എന്തോ കാര്യമായിട്ട് അവന് പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഓടി വന്നത്, ഇവിടെ വന്ന് ആ മണി അടിച്ചത്. ഈ സമയം സുരയുടെ അമ്മ പറഞ്ഞു, ഇനി ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ലീലേനെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എങ്ങനെ അവനെ രക്ഷിക്കാൻ പറ്റും. ജീവനകത്തുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നാരായണേട്ടൻ നോക്കാൻ പറയാണ്. ഈ സമയത്ത് പുറത്തൊരു ഓട്ടോ വന്നിരുന്നേ. ഓട്ടോറിക്ഷയ്ക്കകത്ത് നിറച്ചും സാധനങ്ങളായിരുന്നു, പെട്ടി ഓട്ടമായിരുന്നു. അതിന് മോള് നിറച്ചും ആഹാരങ്ങളായിരുന്നു, വലിയ വലിയ അണ്ടാവിനകത്തും ഒക്കെ ഇരിക്കുന്നേ. അതെ, ഇത് കണ്ടോ, ദേ വരുന്ന എന്താണെന്നറിയാവോ ലീല നിനക്ക്? നിന്റെ മോനെ രക്ഷിക്കാനുള്ള ആഹാര സാധനങ്ങളാ. ദേ ഇന്ന് ഇവിടെയുള്ള 10-40 കുടുംബങ്ങളിൽ ഉച്ചയ്ക്ക് തയ്യാറാക്കിയ ആഹാരമാണ്. എല്ലാവരും ഒന്ന് ഉച്ചയ്ക്ക് പട്ടിണിയായിരിക്കും. എല്ലാവരും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം, നിന്റെ മോനെ രക്ഷിക്കാനെന്ന് പറഞ്ഞപ്പം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആഹാരം തന്നു. ആ ആഹാരം ഇവിടെ കൊണ്ടുവന്നേക്കുന്നേ. ദേ ഇതിനകത്തൊരു പെരുവയറനുണ്ടെന്നല്ലേ പറയണേ. ഒരു പക്ഷേങ്കില് അവന് തികയുമായിരിക്കും ഇത്, ഈ ആഹാരം. 10-40 പേർക്കുള്ള ആഹാരമുണ്ട്. ഇത് കൊടുത്താൽ ചിലപ്പോൾ അവന് മതിയാകുമായിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് ലീല പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയാം. പക്ഷേങ്കില് അതിനു വേണ്ടി മണിയടിക്കണം. മുമ്പ് മണിയടിക്കുമായിരുന്നെങ്കിൽ ഒരു കാരണവരായിരുന്നു ഇവിടെ ഒന്ന് തുറന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെ അല്ലല്ലോ എന്ന് പറയണം. അപ്പൊ ഇതിനു മുമ്പ് ആ വീട്ടിൽ വേറെ ആരോ താമസിച്ചിരുന്നു. അപ്പൊ അവരുടെ കാര്യമാണ്, അവരുടെ കാര്യം മാത്രം നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. ബാക്കി ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ നാട്ടുകാർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അത്രോ ആഹാരം മുഴുവൻ ആ കതകിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുവാണ്. പിന്നീട് ലീലയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ മണിയടിക്ക്. മണിയടി ഒച്ച കേട്ട് ഇതിനകത്തുള്ള ആരാണെങ്കിലും ആ പെരുവയറിന് ഇറങ്ങി വന്ന് ഈ ആഹാരം കഴിച്ചിട്ട് നിന്റെ മോനെ അവര് വിട്ടു തട്ടേന്ന് പറയാം. ഇത് കേട്ടപ്പം സതി ഇവിടെ ശരിയാ, അങ്ങനെയെങ്കിലും ജീവനെ തിരികെ കിട്ടിയാൽ മതിയായിരുന്നു പറയാം. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ നോക്കിക്കുക. പെട്ടെന്ന് ഒരാളെ പറഞ്ഞു, അല്ല ഒരു സംശയം, ലീല മണിയടിക്കും, പക്ഷെ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ സമയത്ത് മണിയോട് ഒച്ച കേട്ട് അയാൾ ഇറങ്ങി വരുമായിരുന്നെങ്കിൽ ആരാ ഇറങ്ങി വരുന്ന അറിയത്തില്ല. അങ്ങനെ ഇറങ്ങി വരുന്ന ആള് ഒരുപക്ഷെ നമ്മളെയും കൂടെ അകത്തേക്ക് കൊണ്ടുപോകുന്ന അറിയില്ല. അങ്ങനെ വന്നാൽ അത് അപകടമാ. എല്ലാവർക്കും പേടിയായി. ഇത് കേട്ടപ്പോ ലീലയോട് നാരായണ ചേട്ടൻ പറഞ്ഞു, അതെ ലീല ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് പോവാ. നിന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ, നീ ഇവിടെ നിൽക്ക്, നീ ഇവിടെ ഒന്ന് മണിയടിക്ക്. ഇത് കേട്ടപ്പോ ലീല പറഞ്ഞു, എനിക്ക് മടിയൊന്നുമില്ല, എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്റെ ജീവൻ കളയാനും ഞാൻ ഒരുക്കുക, ഞാൻ മണിയടിച്ചോളാന്ന് പറയാം. ഈ സമയം സുര പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, ഞാനിവിടെ നിന്നോളാന്ന് പറയാണ്. സുരയുടെ അമ്മ പെട്ടെന്ന് പറഞ്ഞു, അതെ മോനെ നീ ഇവിടെ നിൽക്കണ്ട. സതി പറഞ്ഞു, ബാ ഞാൻ നിന്നെ ഇവിടെ നിർത്തില്ല എന്ന് പറയണം. വേണ്ടമ്മേ, എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം എന്ന് പറയാം. നാരായണേട്ടൻ പറഞ്ഞു, നീ എന്ത് വിട്ടുതരാ സുര പറയണത്, നിനക്ക് എന്നെ ഒട്ടും ബോധമില്ലേ, നീ ഇവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് ലീല ഒരു തീരുമാനം എടുത്ത് കണ്ണൊക്കെ തുടച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് പതുക്കെ ആ മണിയിലങ്ങ് തൊടുവാണ്. എന്നിട്ട് മണി അങ്ങോട്ട് അടിച്ചു. ആ മണിയടി ശബ്ദം അവിടെ മുഴുവൻ മുഴങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കതക് മലർക്കെ തുറന്നു വന്നു വലിയൊരു ശബ്ദത്തോടു കൂടി. അകത്തേക്ക് നോക്കിയ ലീല ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അകത്ത് മൊത്തം ഒരു അന്ധകാരം മാത്രമേ കാണാനുള്ളൂ. പിന്നീട് കാണിക്കുന്ന സുരയുടെ അമ്മയും പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നടക്കുവാണ്. അങ്ങനെ ഈ സമയത്ത് നാട്ടുകാരിൽ ഒരാള് നാരായണേട്ടനോട് ചോദിച്ചു, അല്ല ഈ വീടിനെ കുറിച്ച് ഇതിനു മുമ്പ് പരാതിയൊക്കെ കൊടുത്തിട്ടല്ലേ ഈ മെമ്പർക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെ ജനപ്രതിനിധികൾക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ഇത് എത്രാമത്തെ ആളാ ഇങ്ങനെ കാണാതെ പോയിരിക്കണേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നാരായണേട്ടൻ പറഞ്ഞു, ശരിയാ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇതിന്റെ പേരിൽ കുറെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ടോ അല്ല, മുമ്പ് കൊടുത്ത പരാതിയൊക്കെ അവര് വാങ്ങി, അവരിതിനെക്കുറിച്ച് വന്ന് അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്താ. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി ഈ പൂട്ടൊക്കെ തുറന്ന് അതിനകത്ത് കയറിയതാ, വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. പക്ഷെ അസ്വാഭാവികമായിട്ട് അവർക്കൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല. പിന്നെ അവര് പരാതി കഴമ്പില്ലെന്ന് പറഞ്ഞിട്ട് ആ പരാതി പിൻവലിക്കുകയോ ചെയ്തേ, അല്ല ഉപേക്ഷിക്കുകയോ ചെയ്തേന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഉപേക്ഷിച്ചിട്ട് അവര് പോകാൻ മാത്രം എന്താ, കാരണം അതിനുശേഷം എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നേ. ഇത് കേട്ടപ്പോ നാരായണേട്ടൻ പറഞ്ഞു, ഇന്നാള് തന്നെ അപ്പുവിന്റെ ഒരു മോനുണ്ടായിരുന്നു, അവനും അവന്റെ കൂട്ടുകാരനും കൂടെ കൂടിയിട്ട് ഈ സത്യങ്ങൾ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ടെത്താനായിട്ട് വന്നു.
അപ്പോൾ ഒരുത്തൻ മണിയടിച്ചു, അപ്പുവിന്റെ മോൻ മണിയടിച്ചു. മറ്റവൻ എന്ത് ചെയ്തു, ആരെ ഇറങ്ങി വരുന്നത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കൂടെയുള്ളവന്മാരെല്ലാം പതുങ്ങി അവിടെ നിന്നു, ഇരുട്ടിന്റെ മറവിൽ പതുങ്ങി നിന്നു. അങ്ങനെ മണി അടിച്ചു കഴിഞ്ഞ് കതക് മലർക്കെ തുറന്നു. പക്ഷേങ്കിൽ കുറെ സമയത്തേക്ക് ആരെയും കണ്ടില്ല. അതിനുശേഷം ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പോകാൻ തുടങ്ങി തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പുവിന്റെ മോനെ കണ്ടില്ല. അപ്പുവിന്റെ മോനെ വാതിലഴിയുന്ന ഒരു ശബ്ദം മാത്രം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പു അതിനകത്ത് പെട്ടുപോയായിരുന്നു. അതാ സംഭവിച്ചേ. അല്ല പിന്നീട് അവൻ എന്ത് സംഭവിച്ചു? പിന്നീട് അവനെ ആരെയും കണ്ടിട്ടില്ലെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നടന്ന് മുന്നോട്ട് പോകുന്ന നാരായണേട്ടൻ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന അപ്പുവിന്റെ മോനെ കാണിച്ചു കൊടുക്കണം. പിന്നീട് കണ്ടേ ദേ ഇരിക്കുന്ന കണ്ടോ, അവൻ ഈ പരുവത്തിലാണ് കിട്ടുന്നത്. അവന് രാത്രിയാണോ പകലാണോ എന്ന് പോലും അറിയത്തില്ല. അവൻ ഇങ്ങനെ ഓരോ പറമ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചക്ക തേങ്ങ മാങ്ങ എല്ലാവരും കൂടെ മോഷ്ടിച്ചുകൊണ്ടൊക്കെ പോയി ആ വീടിന്റെ മുന്നിൽ കൊണ്ട് വെക്കുന്നത് കാണായിരുന്നു. അത് ആരെടുത്ത് തിന്നുവെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെയാണ് ആൾക്കാരെല്ലാം വിചാരിച്ചത്. അതിനകത്ത് മിക്കവാറും ഒരു പെരുവയറും കാണുമായിരിക്കും. അയാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്നത്. ഇവനാണെങ്കിലോ ബോധമില്ലാത്തൊരവസ്ഥയിൽ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞ് ഭ്രാന്തനായിട്ട് നടക്കുമെന്ന് പറയാം. ഈ സമയത്ത് ജീവനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു സൂര്യയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ സൂര്യ ഇങ്ങനെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുവാണ്. ഈ സമയത്ത് ജീവ ഒരു പന്തൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. പന്ത് പുറകിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കും ഒരു ഫുട്ബോള്. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, സൂര്യോട് നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കണേ? നീ ഒന്നുമില്ല. അല്ല നീ എന്താ ഇത്ര സമയം വരാൻ വൈകിയെന്ന് ജീവയോട് ചോദിച്ചു. അതെ കുറച്ച് സമയം വൈകി, നീ ഇങ്ങോട്ട് വരാൻ പറയാണ്, ഇറങ്ങി വാ. അല്ല നിനക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും സൂര്യയോട്. എടാ അതിനെവിടുന്നാടാ ഫുട്ബോള്? ഒരു ഫുട്ബോൾ പോലും ഇല്ലാത്ത ഞാൻ എവിടുന്ന് പ്രാക്ടീസ് ചെയ്യാനാ? അല്ല ബാലമാഷ് പറഞ്ഞല്ലോ നീ നന്നായിട്ട് കളിക്കൂന്ന്. അപ്പൊ നീ ശരിക്കും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അടുത്ത ടീം നിന്നെ എടുക്കൂന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ നടക്കുന്ന കാര്യമാണോ ജീവ? കാരണം ഒരു പന്ത് പോലും ഇല്ല, അത് വാങ്ങിക്കാനുള്ള പൈസ പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാടാ ഫുട്ബോൾ കളിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്? അതാണ് പ്രശ്നം. ഈ ഫുട്ബോൾ മതിയെന്ന് ചോദിച്ചാൽ പുറയിൽ ഒളിപ്പിച്ച് വെച്ച ഫുട്ബോൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അതെ വിഷു കൈനീട്ടം കിട്ടിയ പൈസ എല്ലാം കൂടെ ഞാൻ കുടുക്കിയെ സൂക്ഷിച്ചു വെച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയണേ. കാരണം സൂര്യയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു ജീവിക്കുക. ഇത് കണ്ടത് ജീവ സൂര്യനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ അവിടെ പന്ത് കെട്ടി കളിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പ്രായമായ ഒരു അപ്പൂപ്പൻ സൈക്കിളിൽ അങ്ങോട്ട് വരുന്നത്. സൈക്കിളിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ബോള് അപ്പൂപ്പന്റെ സൈക്കിളെ പോയി കൊണ്ടു. സൈക്കിൾ മറിഞ്ഞു വീണു. അപ്പൂപ്പനും താഴെ വീണു. പെട്ടെന്ന് അപ്പൂപ്പൻ അവിടെ നിന്ന് ചാടി എഴുന്നേക്കുവാണ്. കയ്യും കാലും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. സൂര്യൻ ജീവൻ കൂടെ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അപ്പൂപ്പ സോറി കേട്ടോ, ഞങ്ങൾ കണ്ടില്ലായിരുന്നു, അറിയാതെ പറ്റിപ്പോയതെന്ന് പറഞ്ഞു. സോറി, എന്റെ കയ്യും കാലും ഒക്കെ പോയി. കണ്ടില്ലടാ, നിനക്കൊക്കെ ഇത് എങ്ങനെ തോന്നി? നിന്റെയൊക്കെ പന്തുകൾ ഇനി ഞാൻ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ആ പന്ത് മേടിച്ച് കൈ പിടിക്കണം. അപ്പൂപ്പ അതും കൂടെ താട്ടപ്പൂപ്പ, വേണ്ട വേണ്ട നീ ഒന്നും അങ്ങനെ കളിക്കണ്ട, നിന്റെയൊക്കെ പന്ത് ഞാൻ കളയൂന്ന് പറയാം. അപ്പൂപ്പ അങ്ങനെ ചെയ്യില്ലെന്ന് പറയാണ്. ഈ സമയത്ത് ലീലയും സതിയും കൂടെ മാർക്കറ്റിൽ പോയിട്ട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നേ. അത് ഈ പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ഇപ്പം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പച്ചക്കറി മേടിച്ച് കറി വെച്ച് കൂട്ടാനാ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വരുന്ന സമയത്താണ് ജീവയും സുരയും കൂടെ ആ പ്രായമായ അപ്പൂപ്പനുമായിട്ട് ബോളിന് വേണ്ടി കിടന്ന് തർക്കം ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് അവരും കൂടെ ഓടി വരുവാണ്. എന്താ എന്താ കാര്യം ചോദിക്കണത്? ദേ ഇവരുണ്ടല്ലോ, ഇവരെന്നെ ഈ ബോളും കൊണ്ട് ഇടിച്ചിട്ടു. പിന്നീട് ഞാനിവിടെ താഴെ വീണന്റെ കൈയും കാലും ഒക്കെ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിക്കുവാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് സുര പറഞ്ഞു, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ലമ്മേ, അതെ ബോൾ തട്ടിക്കളിച്ചപ്പോൾ വന്ന് കൊണ്ടാന്ന് പറയണം. പെട്ടെന്ന് ദേഷ്യം വന്ന് സതിക്ക് അങ്ങോട്ട്. സതി എന്ത് ചെയ്യുവാണ്? സതി അങ്ങോട്ട് സുരേനെ പിടിച്ചിട്ട് അങ്ങോട്ട് തല്ലാനായിട്ട് അങ്ങോട്ട്, നിനക്ക് അല്ലെങ്കിൽ ഇത്ര അഹങ്കാരം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയൊരു വടി എടുത്ത് അങ്ങോട്ട് അടിക്കുവാണ്. അങ്ങനെ ഒരടി അടിച്ചു. രണ്ടാമത്തെ അടിക്ക് ജീവി ആ വടിയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കണം. മാമീനി അവനെ തല്ലലെന്ന് പറയാണ്. അതെ ബോള് എറിഞ്ഞ ആള് ഞാനാ, ഞാൻ എറിഞ്ഞ ബോള് തട്ടിയാ ഇതേ അപ്പാപ്പം വീണതെന്ന് പറയാണ്. ഓഹോ അപ്പൊ നീയാണല്ലേ ഇതിന്റെ പിന്നിൽ നിന്നും പറഞ്ഞുകൊണ്ട് ലീലി എന്ത് ചെയ്യാണ്? ആ വടി ഇങ്ങ് മേടിച്ചിട്ട് മൊത്തം തല്ലുവാണ്. അടിതൊട്ട് മുടി വരെ അവനെ തല്ലി ഒരു പരുവാക്കി. നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട്, നീ വീട്ടിലേക്ക് വാ, നിനക്ക് പച്ചവെള്ളം പോലും തരില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം അപ്പാപ്പൻ പറഞ്ഞു, ഇനി ഈ ബോൾ എനിക്ക് എന്തിനാ എന്നാന്ന് പറഞ്ഞാൽ ആ ബോൾ അങ്ങോട്ട് ഇട്ടിട്ട് പോവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സൂര്യ ജീവയുടെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്തിനാടാ എനിക്ക് വേണ്ടി തല്ലുകൊണ്ടായി? ഞാൻ അടിച്ചപ്പോഴല്ലേ ആ ബോൾ പോയി അപ്പാപ്പനെ മേത്ത് കൊണ്ടത്, പിന്നെ നീ എന്തിനാടാ? എടാ നീ കരയുന്ന എനിക്ക് സങ്കടപ്പെടുന്ന എനിക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. നീ അടി മേടിക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് ജീവ ചോദിച്ചു. പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായ പോലെ സൂര്യ എന്ത് ചെയ്യാണ്? പുറകോട്ട് ഓടാൻ തുടങ്ങുന്നു. കൈ പിടിപ്പിച്ചു. സതിയുടെ കൈ പിടിച്ചു. അപ്പൊ ഇത്രയും സമയം അതല്ല അവന്റെ ഓർമ്മകളായിരുന്നു. അമ്മയുടെ കൂടെ അവര് നടക്കുന്ന കൂട്ടത്തില് പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് കയറി വന്ന ഓർമ്മകളായിരുന്നു അതല്ല. അങ്ങനെ സതിയുടെ കൈ പിടിച്ച് അവൻ ഓടുവാണ്. നേരെ മണിമാളിക ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. ഈ സമയം നാരായണേട്ടൻ പറഞ്ഞു, അതേ സതി ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മോൻ അപകടത്തിലേക്കാ ഓടുന്നേ. അവൻ അവിടെ ചെന്ന് മണി അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മോനെ നിനക്ക് നഷ്ടമാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറയാ, എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ നോക്കാൻ പറയാ. പിന്നീട് അങ്ങോട്ട് ആ പുറകെ തന്നെ സതിയും കൂടെ ഓടി വരുന്നുണ്ട്.
ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവ മണി അടിക്കാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് അവനെ പിടിച്ചു മാറ്റി, നീ എന്ത് പരിപാടിയായി കാണിക്കണമെന്ന് ചോദിച്ചോണ്ട് ഈ സമയം ലീല പറഞ്ഞു, അതെ മോനെ നീ ഒന്നും ചെയ്യണ്ട, അങ്ങനെയൊന്നും വേണ്ടാന്ന് പറയണ. ലീല രണ്ടും കൽപ്പിച്ചു. ഇനിയിപ്പൊ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തന്റെ മോനെ തനിക്ക് മിക്കവാറും നഷ്ടമാവും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം വീണ്ടും അങ്ങോട്ട് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച മറ്റൊന്നായിരുന്നു. കാരണം അവിടെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ ശൂന്യമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ജീവ പുറത്തിറങ്ങി വന്നിട്ടുമില്ല. നാരായണൻ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ, എന്താ ഈ പാത്രങ്ങളെല്ലാം കാര്യമായിട്ടിരിക്കുന്നുണ്ടല്ലോ. പാത്രങ്ങൾ മൊത്തം എടുത്തിട്ട് തിരികെ ആ പാത്രങ്ങൾ ഇങ്ങോട്ട് ഇട്ടു. അതിനകത്ത് ആഹാര സാധനങ്ങൾ മൊത്തം കഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം അകത്തുനിന്ന് വലിച്ചെറിയുക പുറത്തേക്ക് ചെയ്തേ. പക്ഷെ എന്റെ മോനെ മാത്രം അവരിങ്ങോട്ട് ഇട്ടില്ല. എന്റെ മോൻ എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നാരായണേട്ടൻ പറഞ്ഞു, അപ്പൊ അതിനകത്ത് 40 പേരൊക്കെ ആയിരിക്കുമല്ലോ ഉള്ളത്, അത് കൂടുതൽ ആൾക്കാർ കാണുമായിരിക്കും, അതായിരിക്കുമല്ലോ 40 പേരുടെ ഫുഡ് കൊടുത്തിട്ടും തികഞ്ഞില്ലെന്നല്ല പറഞ്ഞേ. എന്തോ കാര്യമായിട്ടുണ്ട് അതിനകത്ത്, അതാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാത്തിനും കാരണം ഈ മണിയല്ലേ, ഈ മണി അടിക്കുന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ലീല പറഞ്ഞു, ഞാൻ ഈ മണി അടിക്കട്ടെ, എന്റെ ജീവൻ മതിയെങ്കിൽ പച്ചയ്ക്ക് എന്നെ തിന്നട്ടെ, എന്താ എങ്കിലെങ്കിലും എന്റെ മോനെ എനിക്ക് കാണാൻ പറ്റുമല്ലോ. അവൻ അതിനകത്തുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അവനെ കാണാം, എന്നിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ആ മണി അടിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ലീല അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ലീല എഴുന്നേറ്റിട്ട് ആ മണി അടിക്കാൻ അങ്ങോട്ട് ചെന്നു. മണിയെ തൊടാൻ തുടങ്ങുമ്പോഴത്തേന് സതി വന്ന് വട്ടം കെട്ടിപ്പിടിക്കുകയാണ്. നീ എന്ത് പരിപാടിയായി കാണിക്കുന്നേ, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ദേ ഒരു കാര്യം പറയാം, നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജീവനെ തിരിച്ചു കിട്ടുമെന്നോർത്താണ് നീ ഇരിക്കുന്നത്. ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട, എന്തേലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. ഈ സമയം ലീല പറഞ്ഞു, ഇനിയിപ്പോ വഴി കാണിച്ചു തരാനായിട്ട് അയ്യപ്പസ്വാമി നേരിട്ട് ഇറങ്ങി വന്നാൽ മാത്രമേ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ അയ്യപ്പസ്വാമി എന്റെ മോനെ കാത്തോണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ നാരായണേട്ടൻ പറഞ്ഞു, ഈ മണിയല്ലേ കാരണം, ഒരു കാര്യം ചെയ്യാം, ഈ മണി നമുക്ക് അങ്ങോട്ട് കൂട്ടി ഒട്ടിച്ചു വെക്കാം, അതിന് നാവുമായിട്ട് ഈ മണി അങ്ങോട്ട് ഒട്ടിച്ചു വെക്കാം, പിന്നെ ആർക്കും ഈ മണി അടിക്കാൻ പറ്റുമല്ലോ, മണിയടി വെച്ചാൽ പിന്നെ ആരും കേൾക്കത്തില്ലോ, അത് തന്നെ ചെയ്യാന്ന് പറയണം. അപ്പൊ കൂടുതൽ ഒരാൾ പറഞ്ഞു, അതേ അപ്പുറത്തെ അവിടുത്തെ കടയില് നല്ല കടുപ്പം കൂടി പശയുണ്ട്, ഞാനിത് വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. നാരായണേട്ടൻ പറഞ്ഞു, ഇതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് തോന്നേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പശയായിട്ട് ഒന്ന് വാങ്ങിച്ചോണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പശ അങ്ങോട്ട് ഒട്ടിക്കാം, പശ ഒട്ടിക്കുന്നതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവെന്ന് പറയണം. അങ്ങനെ പശ അങ്ങ് മേടിച്ചു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, അതെ ഞാൻ കടയിൽ ഈ പശ മേടിക്കുന്നപ്പോൾ കടക്കാരൻ കാര്യം ചോദിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കടക്കാരനെ എന്റെ ഫോണിനകത്തേക്ക് ഒരു വീഡിയോ ഇട്ടതെന്ന് പറയണം. വീഡിയോ, എന്ത് വീഡിയോ? അതെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വീഡിയോ കാണിക്കണം, അത് ഉണ്ണിമോടെ ഗിരിദേവന്റെ അവരുടെ വീഡിയോ ആയിരുന്നു. ആ കിഴക്കേവാതിലുള്ള കഥ, ആ കിഴക്കേവാതിലിന് മോശം കിട്ടിയത് ആ കാര്യത്തെക്കുറിച്ചായിരുന്നു. ഇത് കണ്ടില്ലേ, ഈ കുട്ടികളെ രക്ഷിച്ച് ആ കിഴക്കേവാതിലിനെ ശാപമോഷം കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഈ കുട്ടികളെ പോയി കണ്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മണിമാളികയിലെ ശാപം മാറ്റാൻ അവർക്ക് സാധിക്കുവാണെങ്കിൽ നല്ല കാര്യമില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലീലയും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ അങ്ങനെ മണിമാളിയിലേക്ക് വരുന്നുണ്ട് രക്ഷിക്കാനായിട്ട്, ജീവനെ രക്ഷിക്കാനായിട്ട്. അപ്പോഴറിയാം നമുക്ക് മണിമാളിയിൽ ആരാ ഉള്ളത്, എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.